യോഗമില്ലാതായിപ്പോയി ആ കുട്ടിക്ക്. അല്ല നമ്മൾ വേറെ പറയുക. ഞാൻ ദേവികനെ കുറ്റം പറഞ്ഞു. നിത്യയുടെ കാര്യത്തിൽ ദേവിക കുറെ കൂടി ഉത്തരവാദിത്വം കാണിക്കേണ്ട. ഇന്നത്തെ കാലത്ത് സ്നേഹമാണ്, ലക്ഷങ്ങളുള്ളവൻ ലക്ഷാധിപതി, കോടികളുള്ളവൻ കോടീശ്വരൻ. ബന്ധങ്ങളുടെ വില നിശ്ചയിക്കുന്നത് പോലും പണമോ? ഈ സാറിന്റെ കാര്യം തന്നെ എടുത്തു. എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാ സാറ്. ഇപ്പോഴോ പണ്ട് സാറിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അതുകൊണ്ട് ഇപ്പൊ ആയിരുന്നു സാറിനൊരു കാര്യം. ഈ വീടും സ്ഥലവും ദേവിയുടെ പേരിലല്ലേ ഇരിക്കുന്നത്. നിത്യയോട് കുറച്ച് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ദേവികൾക്ക് ഇത് അവൾക്കും കൂടി പങ്കുവെക്കായിരുന്നില്ല. എന്തുകൊണ്ടത് ചെയ്തില്ല? അതാ പെങ്കൊച്ചിന്റെ മാന്യത. ആ മാന്യത തിരിച്ച് ദേവിക്ക് കാണിക്കണ്ടായിരുന്നു. സ്വാമി, അതൊക്കെ അവരുടെ കുടുംബകാര്യങ്ങളല്ലേ. നമ്മളെന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? നാട്ടിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടാകും. സ്വത്ത് ശ്രദ്ധിച്ചപ്പോൾ അനിയത്തെ ശ്രദ്ധിക്കാൻ മറന്നു. പ്രതിസ്ഥാനത്ത് എല്ലാവരും കാണുന്നത് ദേവികേനെ. പിന്നെ അച്ഛൻ മക്കളെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കും. മക്കളെക്കാളും കൂടുതലും മരുമകളെ സ്നേഹിക്കുന്ന അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണും. അതൊരു നാട്ടിലെ പാട്ടാണ്. അതുകൊണ്ടാണ് നിത്യ പോയതെന്നൊന്നും ഞാൻ പറയുന്നത്. അതും ചിലപ്പോൾ ഒരു കാരണമായി കാണും. എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയും. അതാണ് എന്റെ ശീലം. സാറും അങ്ങനെ തന്നെ. അതിനിപ്പോ എന്തുണ്ടായെന്ന്? അല്ല, ഇങ്ങനൊരു വീട്ടില് ഇതുപോലൊരു സമയത്ത് വന്ന് ഇങ്ങനെയൊക്കെ പറയാവോന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? അതുകൊണ്ടാണ് പറയാൻ തീരുമാനിച്ചത്. സ്വാമി പറഞ്ഞു, ഞങ്ങള് കേട്ടോളാം. അല്ല, വേറെ ഒന്നുമല്ല. പുറത്ത് ഈ കുടുംബത്തെക്കുറിച്ച് പല അപവാദങ്ങളും പ്രചരിക്കുന്നു. അപവാദോ? ഈ കുടുംബത്തെ കുറിച്ചോ? നല്ല അന്തസ്സായിട്ട് തന്നെയാ സ്വാമി ഞങ്ങൾ ജീവിക്കുന്നത്. മറ്റുള്ളവർക്ക് പറയാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. ആരെങ്കിലും മോൾക്ക് കൊടുക്കേണ്ട സ്വത്ത് മരുമോൾക്ക് എഴുതി കൊടുക്കും.